അഡ്വക്കേറ്റ് ഹസ്കർ, ഇവിടെ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇയാളൊരു ഒരു ഒരു ക്രിമിനൽ, സീസൺഡ് ക്രിമിനലാണ്. അയാൾ കത്തി മൂത്ത് കത്തി രാഗി മൂർച്ച കൂട്ടി ഞാൻ ഇനിയും ആൾക്കാരെ കൊല്ലുമെന്ന് നാട് നീളെ പറഞ്ഞു നടക്കുന്ന ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു അമ്മയെ കൊന്ന ഒരാൾ വീട്ടിനടുത്ത് താമസിക്കുകയാണെന്ന് ഈ അഖില പോയി പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് അവിടെ പോയി കണ്ടപ്പോഴത്തേക്ക് ഇയാൾ പോലീസ് തമാശയ്ക്ക് ചോദിച്ചോന്നാണ്, സാറേ ഞാൻ ഡ്രസ്സ് എടുക്കണോ എന്ന് ചോദിച്ചോന്നാണ്. എന്തോ ഇവിടെ ഹോൾഡാ പോകുന്ന പോലെ, ഡ്രസ്സൊന്നും എടുക്കണ്ട നീ വാ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരുന്നു. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. എന്തോ സിംഹൻ, ഇപ്പോൾ സസ്പെൻഷനായ സിംഹൻ ഉണ്ടല്ലോ, സിംഹൻ ഇറങ്ങിപ്പോയി. ഇയാളോട് അങ്ങോട്ട് പോയി സംസാരിച്ച് അപ്പോൾ അയാൾ പറയാണ് ഞാൻ തമിഴ്നാട്ടിലോട്ട് പൊക്കോളാം, എന്തോ കച്ചവടം ചെയ്തു. ഓക്കെ നീ തമിഴ്നാട്ടിൽ പോയി നല്ലവനായിട്ട് ജീവിക്ക് എന്ന് പറഞ്ഞു വിട്ടതിന് ശേഷവും ഇയാൾ അവിടെ തുടർന്ന് പൂണ്ട് വളയാടി എന്ന് രണ്ടുപേരെ കൊന്നു. ഈ പോലീസിന് മാപ്പുണ്ടോ ഹസ്കർ? ഹഷ്മി, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും ഇടതുവിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കൊണ്ട് ഏതോ തരത്തിലുള്ള മനോനില തെറ്റുകയോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അച്ചാരം വാങ്ങി ഇത്തരം വാർത്തകൾ, ഇന്നൊരു പ്രമുഖ മാധ്യമ സ്ഥാപനം കൊടുത്ത വാർത്ത എന്താണെന്ന് അറിയുമോ? കൊന്നില്ലേ പോലീസ് എന്ന ഇത്തരം തലക്കെട്ട് കൊടുക്കുന്നത് വഴി കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന വലിയ ഗുരുതരമായിട്ടുള്ള സംശയത്തിൻ്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിൽ ഇൻസെൻസിറ്റീവ് വർത്താനമാണ് പറയുന്നത്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ആരാണ്? അത് സംവിധാനമാണ് അല്ലേ? ഹസ്കർ ആലോചിച്ച് നോക്കൂ. ഒരു CPM നേതാവിന്റെ മക്കളാണെങ്കിൽ, ഒരു കോൺഗ്രസ് നേതാവിന്റെ മക്കളാണെങ്കിൽ, ഒരു BJP നേതാവിന്റെ മക്കളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ പോലീസ് മര്യാദയോട് കാണിക്കുമോ? ഈ കല്ലിന് കാറ്റ് പിടിച്ചോ ഇരിക്കുമോ അവർ? ഹാഷ്മി, ഏതൊരു സാധാരണ മനുഷ്യനും ലഭിക്കേണ്ട സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നെന്മാറ SHO ആയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്, കേരള പോലീസ് ആക്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ജഡ്ജ്മെൻറ്റിൽ പറ്റിപ്പോയിട്ടുള്ള പാകപ്പിഴ, ജാഗ്രത കുറവ്, തെറ്റ് അല്ലെങ്കിൽ അക്ഷന്തവ്യമായിട്ടുള്ള അപരാധം, ആ അപരാധം മൂലം ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ പേരിൽ ആ ജാമ്യം റദ്ദാക്കുന്നതിന് അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളതൊഴികെ ഏതു ഘട്ടത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ? ഒരു കൊടും കുറ്റവാളിയുടെ മനോനില വായിക്കുന്നതിന് കേരള പോലീസ് പരാജയപ്പെട്ടു എന്നാണ്. കൊടും കുറ്റവാളിയുടെ മനോനില വായിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. ശ്രീ ഹസ്കർ, ഈ പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളുടെ വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ അമ്മയെ കൊന്ന് ഒരുത്തൻ അപ്പുറത്ത് കിടക്കുകയാണ്, മാത്രമല്ല അയാൾ ഈ കത്തിക്ക് മൂർച്ച കൂട്ടി നാട്ടുകാരോട് മൊത്തം ഇനി കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുകയാണ് എന്ന് പോലീസോട് പറഞ്ഞിട്ട് പോലീസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ആരുടെ പിഴവാണ്? കോടതിയുടെ പിഴവാണോ? പോലീസിന്റെ പിഴവാണോ? ഹസ്കർ, തൂക്കിയാകത്തിരട്ടെ അയാളെ. ഒരു നിമിഷം, അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ശാസ്ത്ര ലോകത്തിന് ഇന്നുവരെ ഒരു മനുഷ്യന്റെയും മനോനില അളക്കുന്നതിനുള്ള ഒരു ശാസ്ത്ര ലോകവും സൈക്കോളജിയും വിട്, ശാസ്ത്രവും സൈക്കോളജിയും വിട്. ഒരു നിമിഷം, ഒരു മരിച്ച ഒരു അമ്മയുടെ മകൾ അച്ഛനെ സ്റ്റേഷനിൽ പോയി പറയുന്നു, എന്റെ അമ്മയുടെ കൊലയാളി കത്തിക്ക് മൂർച്ച കൂട്ടി നടക്കുകയാണ്, ഇനിയും കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, സാറെ കാക്കണേ എന്ന് പറയുമ്പോഴേക്ക് എന്താ പോലീസ് ചെയ്യണ്ടേ? അയാളെ കാപ്പയുമത്തി കാത്തുണ്ടേ സാറേ? കാശ്മി, 2019 ഈ കേസിൽ ഒരു സുജാത എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെടുന്നു. ആ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ചെന്താമരയെ അറസ്റ്റ് ചെയ്യുന്നു. 90 ദിവസത്തിനുള്ളിൽ ഒരു കാരണവശാൽ സ്വാഭാവിക ജാമ്യം പോലും ലഭിക്കരുത് എന്ന ഉദ്ദേശത്തോടെ 90 ദിവസത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നു. 2022 വരെ ജാമ്യം ലഭിക്കുന്നതിന് എല്ലാ ജാമ്യ അപേക്ഷകളിലെയും പോലീസ് എതിർക്കുന്നു. 2022 ജാമ്യം ലഭിച്ചതിന് ശേഷം ജാമ്യ വ്യവസ്ഥയിൽ കർശന ഉപാധികളോടെ ജാമ്യം നൽകുന്നു. ആ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കയറുന്നത് 2023 നെന്മാറ പഞ്ചായത്തിലേക്ക് ചുരുക്കപ്പെടുകയും അയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെന്ന് അവിടെ കേരള പോലീസിന് പെശക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകാരം വിറ്റ്നസ് എന്താണ് അബദ്ധം പറ്റിയത്? ജാമ്യ വ്യവസ്ഥ ലംഘിച്ച കാര്യത്തിലൊന്നും ചെയ്തില്ല, ചെറിയ പിഴവാണ്. ആ പിഴവിന്റെ വിലയാണ് 2 ജീവൻ. ഞാൻ എത്താം ഹസ്കർ.